Alhamdulillahi Rabbil Alamin. Alhamdulillahi nahmaduhu wa nastaghfiruhu wa natawakkalu alayhi min shururi anfusina wa min sayyiati a'malina. Ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu ala ad-dini kullihi walau kariha al-mushrikun. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم تنزيل الكتاب لا ريب فيه من رب العالمين. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പരമാവധി ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിച്ച് നാളെ മരണാനന്തര ജീവിതത്തിൽ സ്വർഗം നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടണമെന്ന് എന്നോടെന്നതുപോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ ഉപദേശിക്കുകയാണ്. അത്തരം പരിശ്രമശാലികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തൽഹാത്ത് ബിൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്ന ഒരു സ്വഹാബിയാണ്. അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നിട്ട് രണ്ട് സുഹൃത്തുക്കൾ ഒരേ ദിവസം ഒരേ സമയം ഇസ്ലാം സ്വീകരിച്ച മുസ്ലിങ്ങളായി. അതിനുശേഷം രണ്ടുപേരും നല്ല മുസ്ലിങ്ങളായി മദീനയിൽ ജീവിച്ചു. പക്ഷെ അതിലൊരാൾ എല്ലാ കാര്യത്തിനും വളരെ ഉഷാറായിരുന്നു. അദ്ദേഹം യുദ്ധങ്ങളിൽ വളരെ ആവേശപൂർവ്വം പങ്കെടുക്കും. മറ്റു പ്രവർത്തനങ്ങളിലെല്ലാം വളരെ ത്യാഗത്തോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കും. മറ്റേയാളും കാര്യങ്ങളെല്ലാം ചെയ്യുമെങ്കിലും ഒന്നാമത്തെയാളുടേതുപോലെ എത്ര സജീവമായിരുന്നില്ല. അതിലൊന്നാമത്തെയാൾ ഒരു യുദ്ധത്തിൽ ഷഹീദായി മരണപ്പെട്ടു. രണ്ടാമത്തെയാൾ അവിടെ നിന്ന് ഒരു വർഷം കഴിഞ്ഞാണ് മരണപ്പെട്ടത്. രണ്ടുപേരുടെയും മരണത്തിന് ശേഷം ഞാനൊരു സ്വപ്നം കണ്ടു. തൽഹാ റളിയല്ലാഹു അൻഹു പറയാം, ആ സ്വപ്നത്തിൽ ഞാനും ഈ രണ്ടുപേരും സ്വർഗ കവാടത്തിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു. അതിൽ രണ്ടാമത് മരിച്ചയാള്
അഥവാ ഷഹീദായിട്ടല്ലാതെ മരണപ്പെട്ടയാൾ ആദ്യമായി സ്വർഗത്തിലേക്ക് വിളിച്ചു. അദ്ദേഹം സ്വർഗത്തിൽ കടന്നു. കുറെ സമയം കഴിഞ്ഞ് സ്വർഗത്തിൽ നിന്ന് വന്നുകൊണ്ടയാൾ ഷഹീദായി മരണപ്പെട്ടയാളെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹവും സ്വർഗത്തിൽ കടന്നു. എന്നോട് ആ സ്വർഗത്തിൽ നിന്ന് വന്നയാൾ പറഞ്ഞു, താങ്കളുടെ സമയമായിട്ടില്ല. ഈ സ്വപ്നത്തെക്കുറിച്ച് ഞാൻ സഹാബിമാരോട് പറഞ്ഞു. അത് വലിയ ചർച്ചയായി. എന്തുകൊണ്ടെന്നാൽ സജീവനായി യുദ്ധങ്ങളിലും മറ്റു പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുകയും ഒരു യുദ്ധത്തിൽ രക്തസാക്ഷിയായി മരിക്കുകയും ചെയ്തയാൾ അത്ര തന്നെ സജീവനല്ലാത്ത, രക്തസാക്ഷിയായിട്ടല്ലാതെ സാധാരണഗതിയിൽ മരണപ്പെട്ട ഒരാളെക്കാളും അതിനുശേഷമാണ് സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടത്. അതെന്തുകൊണ്ടാണ് എന്നതായിരുന്നു ഞങ്ങൾക്കിടയിലുള്ള ചർച്ചാ വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെവിയിലും ഈ ചർച്ചയെത്തി. റസൂലുള്ളാഹി ഞങ്ങൾക്കിടയിലേക്ക് വന്നു. എന്നിട്ട് വിഷയങ്ങൾ ചോദിച്ചു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇക്കാര്യത്തിൽ ആശ്ചര്യപ്പെടുന്നത്? ഞങ്ങൾ കാര്യം പറഞ്ഞു. ഷഹീദായ മനുഷ്യനെ രണ്ടാമതായിട്ടാണ് സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആ രണ്ടുപേരുടെയും മരണത്തിനിടക്ക് ഒരു റമദാൻ കടന്നു വന്നില്ലേ? അതിനിടയിൽ ഒരു വർഷത്തിനിടക്ക് ഒരുപാട് സുജൂദുകൾ ഉണ്ടായില്ലേ? ഒരുപാട് സൽപ്രവർത്തനങ്ങൾ ഉണ്ടായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ റമദാനിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും വ്യക്തമാക്കുകയാണ്. ഈ സംഭവം ഇമാം ഇബ്നു മാജ തൻ്റെ സുനനിൽ നിവേദനം ചെയ്തിട്ടുള്ള സംഭവമാണ്. സ്വഹീഹായ സനദോട് കൂടിയുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഒരു വെള്ളിയാഴ്ച കൂടി മാത്രമേ നമുക്ക് ശഅബാനിലുണ്ടാകൂ. അടുത്ത വെള്ളിയാഴ്ച നമ്മൾ പള്ളികളിൽ ഒരുമിച്ച് കൂടുക റമദാനിലെ വ്രതമനുഷ്ഠിച്ചുകൊണ്ടായിരിക്കും. ഒരു റമദാൻ കൂടി നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുക എന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനം. ഒരു റമദാൻ, അതിലൂടെ നേടിയെടുക്കുന്ന ആത്മീയമായ ചൈതന്യം നേടേണ്ടതുപോലെ നേടിയെടുത്താൽ അത് ചിലപ്പോൾ ഷഹാദത്തിനെയും കാവച്ചു വെക്കുന്ന, രക്തസാക്ഷിത്വത്തിനും മുകളിൽ പോകുന്ന വലിയ നന്മയായി തീരും എന്നുള്ള വസ്തുത റസൂലുള്ളാഹി പഠിപ്പിക്കാൻ. നമ്മളിലേക്ക് ഒരു റമദാൻ കടന്നു വരുന്നു. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് റമദാനുകളിൽ ഒന്ന്. പക്ഷേ ഈ റമദാൻ ഈ രൂപത്തിൽ ഷഹാദത്തിനേക്കാൾ കവിഞ്ഞ സ്ഥാനം ലഭിക്കുന്ന രൂപത്തിലുള്ള റമദാനാക്കി തീർക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? ഇതാണ് റമദാനെ വരവേൽക്കുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്. കാരണം റമദാൻ നമ്മുടെ അടുത്തെത്തിക്കഴിഞ്ഞു. റമദാനെ സ്വീകരിക്കേണ്ടത് ഭക്ഷണപാനീയങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടല്ല. റമദാൻ ഭക്ഷിക്കുവാനുള്ളതല്ല,
ഭക്ഷണം ഉപേക്ഷിക്കുവാനുള്ളതാണ്. റമദാൻ തീർച്ചയായും റമദാനിൽ സാധാരണത്തേതുപോലെ നോമ്പ് തുറക്ക് ശേഷം ഭക്ഷണം ഉണ്ടാവണം, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം, അതല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. പക്ഷെ റമദാനിനെ വരവേൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാസത്തേക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മെനു തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടുകളല്ല ആയിത്തീരേണ്ടത്. മറിച്ച് ആ ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് ഷഹാദത്തിന് തുല്യമായ അല്ലെങ്കിൽ ഷഹാദത്തിനേക്കാൾ കവിഞ്ഞ ഈമാനികമായ വളർച്ച നേടിയെടുക്കാൻ സാധിക്കണം. അത് സാധിക്കുമ്പോഴാണ് ഈ റമദാൻ നമ്മുടെ ജീവിതത്തിൽ അർത്ഥപൂർണമായി എന്ന് പറയാൻ കഴിയും. എന്തിനാണ് റമദാൻ? എന്താണ് റമദാൻ? നമുക്കറിയാം. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാൻ മാസം മറ്റു മാസങ്ങളിൽ നിന്ന് വ്യതിരിക്തമാകുന്നത് ആ മാസത്താണ്, റമദാനിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്നതുകൊണ്ടാണ്. ആ ഖുർആൻ മറ്റ് ദശലക്ഷക്കണക്കിന് പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അത് ഹുദൻ ലിന്നാസാണ് എന്നതുകൊണ്ടാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥമല്ല. ഒരുപാട് മതവിശ്വാസികളുണ്ട്. ആ മതവിശ്വാസികൾക്കെല്ലാം അവരുടെ വേദഗ്രന്ഥങ്ങളുണ്ട്. അതേപോലെ മുസ്ലിങ്ങൾക്കും ഒരു വേദഗ്രന്ഥം. ഇതല്ല ഖുർആൻ. ഖുർആൻ മനുഷ്യർക്ക് മൊത്തത്തിൽ മാർഗദർശനം നൽകുന്നതിന് വേണ്ടി സർവശക്തനായ തമ്പുരാൻ അവതരിപ്പിച്ച അവസാനത്തെ വേദഗ്രന്ഥമാണ്. ആ പരിശുദ്ധ ഖുർആൻ ഹുദൻ ലിന്നാസാണ്. അവസാന നാൾ വരെയുള്ള മനുഷ്യരോട് അള്ളാഹു ഖുർആനിലൂടെ സംസാരിക്കുകയാണ്, നമ്മളോട് വർത്തമാനം പറയുകയാണ് പടച്ചവൻ പരിശുദ്ധ ഖുർആനിലൂടെ. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാകുന്നത് അതുകൊണ്ടാണ്. ഖുർആനിലൂടെ അള്ളാഹു മുഹമ്മദ് നബിയോടല്ല സംസാരിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, സംശയമില്ല. മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷ കാലഘട്ടത്തിലെ പ്രവാചക ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്, സംശയമില്ല. പക്ഷേ ഖുർആൻ സംസാരിക്കുന്നത് അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരോടുമാണ്. മനുഷ്യരോടുള്ള വർത്തമാനമാണ്, നമ്മുടെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാന്റെ വർത്തമാനമാണ് ഖുർആൻ. ആ ഖുർആന്റെ അവതരണമാണ് റമദാനിനെ സവിശേഷമാക്കുന്നത്. ഖുർആൻ മനുഷ്യർക്ക് മാർഗദർശനം നൽകുന്നതിന് വേണ്ടിയാണ്. ആ മനുഷ്യർക്ക് മുന്നിൽ ഖുർആനിന്റെ പ്രതിനിധികളായി പരിശുദ്ധ ഖുർആനെ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ഖുർആനിന്റെ വെളിച്ചം പ്രചരിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ് മുഅ്മിനുകൾ. ആ നിലക്ക് പരിശുദ്ധ ഖുർആന്റെ അവതരണ മാസത്ത് നമുക്ക് റമദാനിലെ വ്രതാനുഷ്ഠാനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഖുർആനിന്റെ ജീവിക്കുന്ന പ്രതികളാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള, നമുക്ക് തന്നെ സ്വയം ജീവിക്കുന്ന പ്രതികളായി തീരുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശീലനമായി തീർക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ 2-ാമത്തെ അധ്യായം 183-ാമത്തെ വചനം നമ്മൾ ആവർത്തിച്ച് റമദാനുമായി നോമ്പുമായി ബന്ധപ്പെട്ട ക്ലാസുകളിലും ചർച്ചകളിലുമെല്ലാം കേൾക്കുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. മുൻപുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരുന്നതിന് വേണ്ടി, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി തീരുന്നതിന് വേണ്ടി. വ്രതാനുഷ്ഠാനം നിങ്ങളെ പട്ടിണി കിടുന്നതിന് വേണ്ടിയുള്ളതല്ല, നിങ്ങളെ ദാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതല്ല, നിങ്ങളെ ക്ഷീണിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല. പിന്നെ എന്തിനാണ്
നിങ്ങളെ തഖ്വയുള്ളവരാക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയാകുമ്പോൾ റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത് നമ്മുടെ ജീവിതത്തിൽ തഖ്വ നിറക്കുവാനുള്ള ഒരുക്കമാകണം. എന്താണ് തഖ്വ? സൂക്ഷ്മത എന്ന് പറയാം, പടച്ചവനെ പേടി എന്ന് പറയാം. ഇങ്ങനെ പല രൂപങ്ങളിൽ തഖ്വയെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തഖ്വക്ക് 3 മൂലകങ്ങളാണുള്ളത്. ആ 3 മൂലകങ്ങളും ഒരേപോലെ സമ്മിശ്രമായി സമ്മേളിക്കുമ്പോഴാണ് ഒരു തഖ്വ ആയിത്തീരുക. ഒന്നാമത്തേത് ഈമാനാണ്, രണ്ടാമത്തേത് ഇത്തിബാണ്, മൂന്നാമത്തേത് ഇഖ്ലാസാണ്. ഓരോന്നും മണിക്കൂറുകൾ വിശദീകരിക്കേണ്ടതാണ്. ഈമാൻ കേവലമായ വിശ്വാസമല്ല. നമ്മൾ ഈമാൻ കാര്യങ്ങൾ എണ്ണിപ്പഠിച്ചിട്ടുള്ളവരാണ്. ആറ് ഈമാൻ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, മദ്രസയിൽ ഏതാനും വർഷങ്ങളെങ്കിലും പഠിച്ചിട്ടുള്ള ഏത് മുസ്ലിമിനും, അയാൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലുമല്ല, എണ്ണി പറയാൻ കഴിയും. പക്ഷെ ആ ഈമാൻ എണ്ണിപ്പറച്ചിലല്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം എന്നാണ് അർത്ഥം. അമ്നിൽ നിന്നാണ് ഈമാൻ ഉണ്ടായിട്ടുള്ളത്. അമ്നി എന്ന അറബി ധാതുവിൽ നിന്ന്. അമ്നി എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വമാണ്, സമാധാനമാണ്, ശാന്തിയാണ്. ഏതൊരു വിചാരമാണോ വിശ്വാസമാണോ നിങ്ങളുടെ മനസ്സിന് ശാന്തി നൽകുന്നത്, സുരക്ഷിതത്വം നൽകുന്നത്, നിർഭയത്വം നൽകുന്നത്, അതാണ് ഈമാൻ. പടച്ചവനെ കുറിച്ചുള്ള ബോധം. ആ ബോധം നിങ്ങൾക്ക് സുരക്ഷിത ബോധം നൽകുന്നുണ്ടോ, നിർഭയത്വം നൽകുന്നുണ്ടോ? എങ്കിൽ നമുക്ക് ഈമാൻ ഉണ്ട് എന്ന് പറയാം. നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഈമാൻ നിറക്കേണ്ടത്. ലോകം വ്യത്യസ്തങ്ങളായ രീതികളിൽ നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, പ്രയാസപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ഭീഷണിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ചുറ്റുപാടുകളിൽ അത്തരം ഭീഷണിയുടെ സ്വരങ്ങൾ അതിശക്തമായി ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ നാഥൻ പടച്ചവൻ, ലോകത്ത് എല്ലാവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചവൻ, അവന്റെ നിയമം അനുസരിച്ച് മാത്രമാണ് ഈ പ്രപഞ്ചത്തിലെ ഒരു മണൽത്തരി പോലും ഇളകുന്നത് എന്ന് ഉൾക്കൊണ്ട് മനസ്സിലാക്കി ഞാൻ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ സർവശക്തനായ തമ്പുരാന്റെ കാവൽ എനിക്കുണ്ടാകും എന്നുള്ള ബോധം നമ്മുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ, മനസ്സിലേക്ക് എടുക്കുവാൻ നമ്മുടെ വിശ്വാസം വഴി കഴിയുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന് ഈമാൻ എന്ന് പറയും. ഏത് രൂപത്തിൽ നമുക്കെതിരെ പ്രയാസപ്പെടുത്തുവാൻ വന്നാലും സർവശക്തന്റെ സൈന്യമായ മലക്കുകൾ നമ്മെ സഹായിക്കുവാൻ വേണ്ടി പടച്ചവൻ ഉത്തരവാദപ്പെടുത്തിയ അവന്റെ നിയമപ്രകാരം, അവന്റെ കൽപ്പന പ്രകാരം ഉത്തരവാദപ്പെടുത്തിയ മലക്കുകളെ കുറിച്ചുള്ള ബോധം നമുക്ക് സുരക്ഷിതത്വം നൽകുമെങ്കിൽ അതിന് ഈമാൻ എന്ന് പറയും. ആരെന്ത് നിയമകൂടങ്ങളും ഭരണകൂടങ്ങളും ഉണ്ടാക്കിയാലും സർവലോക രക്ഷിതാവായ തമ്പുരാന്റെ നിയമമനുസരിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ആ നിയമമാകട്ടെ, എനിക്ക് ഏതെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രം കൊണ്ടുവന്ന നിയമമല്ല, പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച അടിസ്ഥാന നിയമം തന്നെയാണ് ഞാൻ. പടച്ചവനിൽ നിന്ന് ആരൊക്കെ കടന്നു വന്നിട്ടുണ്ടോ, പടച്ചവനിൽ നിന്ന് ആരൊക്കെ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടോ, അവർ മുഴുവനും പഠിപ്പിച്ച ആദർശമാണ് ഞാൻ അടിസ്ഥാനപരമായി പിന്തുടരുന്നത് എന്ന നിർഭയത്വം നമ്മെ ഭരിക്കുന്നുണ്ടെങ്കിൽ അതിന് കിതാബുകളിലുള്ള വിശ്വാസം എന്ന് പറയും. പടച്ചവൻ നിയോഗിച്ച പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ മുഴുവനും പിന്തുടർന്ന പാതയാണ് ഞാൻ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ ആ പാത ശരിയാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല എന്ന ബോധമാണ് നമ്മുടെ ഭരിക്കുന്നതെങ്കിൽ അതിന് പ്രവാചകന്മാരിലുള്ള വിശ്വാസം എന്ന് പറയും. ഈ ദുനിയാവിൽ എന്ത് സംഭവിച്ചാലും അത് ചെറിയൊരു ജീവിതത്തിലുള്ളത് മാത്രമാണ്. ഇതിന്റെ എല്ലാം ഫലം സർവലോക രക്ഷിതാവായ തമ്പുരാൻ മരണാനന്തരം നൽകുവാനിരിക്കുന്നുണ്ട് എന്നുള്ള ബോധം ഈ ലോകത്തെക്കുറിച്ചുള്ള അമിതമായ ആസക്തിയിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുന്നുണ്ടെങ്കിൽ അതിന് മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം എന്ന് പറയും. നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ എത്ര ശ്രമിച്ചാലും
അതിനപ്പുറത്ത് സർവ്വലോകരക്ഷിതാവായ തമ്പുരാന്റെ നിയമങ്ങൾ അനുസരിച്ചാണ് ഈ പ്രപഞ്ചം മുഴുവനും നടക്കുന്നത്. അത് തന്നെയാണ് നമ്മളിലും ഉണ്ടാവുക എന്നുള്ള വിശ്വാസം നമുക്ക് നിർഭയത്വം നൽകുന്നുണ്ടെങ്കിൽ അതിന് ഖദറിലുള്ള വിശ്വാസം എന്ന് പറയും. ഞാൻ സൂചിപ്പിക്കുന്നത് ഈമാനി നിർഭയത്വമാണ്. റമദാനിലൂടെ ആ ഈമാൻ നേടിയെടുക്കാൻ നമുക്ക് എത്രത്തോളം കഴിയുന്നു എന്നിടത്താണ് നമ്മൾ തഖ്വ എത്രത്തോളം നേടിയെടുത്തു എന്ന് തീരുമാനിക്കപ്പെടുക. അതിനാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. അതിന് നമ്മൾ അറിവുണ്ടാക്കണം. നമ്മൾ അതനുസരിച്ച് ജീവിക്കുവാനുള്ള പ്രതിജ്ഞ നമുക്കുണ്ടാകണം. അതോടൊപ്പം തന്നെ റമദാനിലൂടെ നമ്മളെ പരിശീലിപ്പിക്കുന്നത്, വ്രതാനുഷ്ഠാനത്തിലൂടെ നമ്മളെ പരിശീലിപ്പിക്കുന്ന ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈമാൻ മാത്രമല്ല, തഖ്വയുടെ മറ്റ് 2 മൂലകങ്ങൾ കൂടിയാണ്. അത് ഒന്ന് ഇത്തിബാഅാണ്. ഇത്തിബാഅ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും പിന്തുടരുക എന്ന തത്വം. പ്രവാചകൻ പറഞ്ഞതാണ്, ചെയ്തതാണ് ശരി എന്നുള്ള ബോധം. 3-ാമത്തേത് ഇഖ്ലാസാണ്. പടച്ചവന് വേണ്ടി മാത്രം, പടച്ചവന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നന്മകൾ ചെയ്യുക എന്നുള്ള ബോധം, എന്നുള്ള വിചാരം. ഈ 3 കാര്യങ്ങൾ, 3 മൂലകങ്ങൾ തഖ്വയുടെ മൂലകങ്ങളാണ്. ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കൂട്ടിയെടുക്കാൻ ഇൻഷാ അല്ലാഹ് ഈ റമദാനിന് മുൻപ് തന്നെ അതിനുള്ള സജ്ജീകരണം നടത്താൻ, അങ്ങനെ ഈ റമദാൻ വഴി നമുക്ക് ഷഹാദത്തിനേക്കാൾ വലിയ അവസ്ഥയിലെത്താൻ സാധിക്കുന്ന നിലയിൽ ഉള്ള തഖ്വ നേടിയെടുക്കാൻ അതിനുവേണ്ടി നമ്മൾ പ്രതിജ്ഞയെടുക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. അങ്ങനെ റമദാനെ വരവേൽക്കണം. അങ്ങനെ വരവേൽക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അള്ളാഹു അത്തരക്കാരെ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുവാനാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും വലിയ പ്ലാനിങ്ങോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. നമുക്ക് നമ്മുടെ നാളുകളെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടുകളുണ്ട്. നമ്മുടെ മക്കളെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടുകളുണ്ട്. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടുകളുണ്ട്. 50കളിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു 80 വയസ്സ് വരെയെങ്കിലും ഉള്ള പ്ലാനിങ്ങുമായിട്ട് ഞാൻ ജീവിക്കും. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെ. ദുനിയാവിൽ അങ്ങനെ വേണം താൻ. പക്ഷേ ആ പ്ലാനിങ്ങുകളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ വിളിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് മരണമെന്ന അതിഥി കടന്നെത്തും എന്നുള്ള സത്യം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ഞാനിപ്പോ ആ സത്യത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയാൻ കാരണം ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തുന്നതുമായി ഞാൻ ആദ്യത്തെ ഖുതുബയിൽ പറഞ്ഞ കാര്യത്തിൻ്റെ അനുബന്ധമായി റമദാൻ, ഈ റമദാൻ, ഏത് റമദാൻ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമായി നമ്മൾ കാണുകയും അടുത്ത റമദാനിന് മുമ്പ് നമ്മുടെ മരണമെങ്കാനും സംഭവിച്ചാൽ അവിടെ ഈ റമദാൻ നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്ന, നമ്മുടെ നന്മകളുടെ തുലാസിൽ കനം കൂട്ടുന്ന വലിയ ഒരു സംഭവമാക്കി തീർക്കുവാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ. തീർച്ചയായും കഴിഞ്ഞ റമദാനും ഈ റമദാനും ഇടയിൽ, കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഈ ലോകത്ത് നിന്ന് കടന്നു പോയിട്ടുണ്ട്. അവരുടെ മയ്യത്ത് കട്ടിലുകൾ പിടിക്കുവാൻ നമ്മളിൽ പലർക്കും അവസരമുണ്ടായിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം നാം
അടുത്ത തവണ അടുത്തത് ഞാനായിത്തീരില്ല എന്ന് വിചാരിക്കുന്നതിന് പകരം ഏത് സമയത്തും ഞാനായിത്തീരാം എന്നുള്ള വിചാരത്തിലേക്ക് വരികയും അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ജീവിതത്തിൽ മരണത്തെ പോലെ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് വന്നു ഭവിക്കുന്ന പല പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്ന ആളുകളുണ്ട്. ഇത്തരം പ്രയാസങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മെ കാത്തി രക്ഷിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. നമുക്ക് തന്നെ അറിയാം, നമ്മൾ വലിയൊരു പകർച്ചവ്യാധിയുടെ കാലത്ത് കൂടി കടന്നുപോയി. ഇപ്പോൾ നമ്മൾ ലോക മുസ്ലിങ്ങൾ തന്നെ പലസ്തീനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പലസ്തീനിലെ സഹോദരങ്ങൾക്ക് സമാധാനത്തോടു കൂടിയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും അവരെ പടച്ചവൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതേപോലെ തന്നെ നമ്മുടെ സഹോദരൻ ഇവിടെ പള്ളിയിലെ ഖത്തീബ് മൗലവി ഹമീദ് അലി അരൂർ സാഹിബിൻ്റെ സഹോദരൻ മുഹമ്മദ് ഇസ്ഹാഖ് ഇന്നലെ ഒരു വലിയ അപകടത്തിൽപ്പെട്ട് ഇപ്പോൾ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ന് ഖുതുബക്ക് വരാൻ കഴിയാതിരുന്നത്. തീർച്ചയായും ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയിൽ നമുക്ക് കാവൽ ഏത് രംഗത്തുമുള്ളതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ ദുആകൾ ആ സഹോദരന് വേണ്ടി ഉയരേണ്ടതുണ്ട്. കേവലം ഇമാം ഇവിടെ അല്ലെങ്കിൽ ഖത്തീബ് ഇവിടെ പറയുമ്പോൾ ഉള്ള ഒരു കേവലമായ ആമീൻ വിളിക്കപ്പുറത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ സഹോദരന് വേണ്ടിയുള്ള ദുആ, പ്രത്യേകിച്ച് നമ്മുടെ ഖത്തീബിൻ്റെ സഹോദരൻ എന്നുള്ള നിലക്ക് ദുആ ഉയരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരൻ മുഹമ്മദ് ഇസ്ഹാഖിനെ ഇപ്പോൾ അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ രക്ഷപ്പെടുത്തുകയും ആരോഗ്യത്തോടുകൂടി പൂർണ്ണാരോഗ്യത്തോടുകൂടി തിരിച്ചു വന്ന് ഇസ്ലാമിക പ്രവർത്തനങ്ങളിലും മറ്റ് കാര്യങ്ങളിലുമെല്ലാം ഏർപ്പെടുവാൻ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുമാറാകട്ടെ. ഇന്നിവിടെ നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ള വിഭവ സമാഹരണം കലക്ഷൻ നടക്കുന്നുണ്ട്. പള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് കലക്ഷൻ. പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. തീർച്ചയായും ആ കലക്ഷനിൽ നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥമായി സഹകരിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്ന് KNM പരപ്പനങ്ങാടി ശാഖ സംഘടിപ്പിക്കുന്ന വിജ്ഞാനവേദി ഇന്ന് വൈകുന്നേരം 7 മണിക്ക് പരപ്പനങ്ങാടി ഇവിടുത്തെ നമ്മുടെ മദ്രസയിൽ വെച്ച് നടക്കുകയാണ്. അഹ്ലൻ റമദാൻ എന്ന വിഷയത്തിൽ അബ്ദുൽ ഹമീദ് മൗലവി വിളയിലാണ് ക്ലാസ് എടുക്കുന്നത്. ആ പരിപാടിക്കും എല്ലാവരും സജീവമായി നമാരിവിന് ശേഷം എത്തിച്ചേർന്ന് സ്ത്രീകളും പുരുഷന്മാർക്കുമെല്ലാം സൗകര്യങ്ങളുണ്ട്, എല്ലാവരും എത്തിച്ചേർന്ന് വിജയിപ്പിക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. സർവ്വലോകരക്ഷിതാവായ തമ്പുരാൻ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുകയും സ്വർഗത്തിൽ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. നാഥ, സർവ്വലോകരക്ഷിതാവായ തമ്പുരാനെ, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ, ഒരുപാട് തിന്മകൾ, ഒരുപാട് പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അറിയാതെയും അറിഞ്ഞു വന്നു പോയിട്ടുണ്ട്. നാഥ, നീ ആ പാപങ്ങൾ പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ വലിയ നഷ്ടക്കാരിൽപ്പെട്ടു പോകും. പടച്ചവനെ, നീ ആ പാപങ്ങൾ പുറത്തു തരണമേ തമ്പുരാനെ. പടച്ചവനെ, റബ്ബെ, റഹീമെ, റഹ്മാനെ, ഞങ്ങളുടെ തെറ്റുകൾ, പാപങ്ങൾ, അപകടങ്ങൾ നീ പുറത്ത് ഞങ്ങളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. പ്രവാചകന്മാരോടൊപ്പം ഞങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഞങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക്, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഞങ്ങളുടെ ഉസ്താദന്മാർക്ക്, ഞങ്ങളുടെ സഹോദരന്മാർക്ക്, ഞങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും നീ അനുഗ്രഹങ്ങൾ നൽകണമേ തമ്പുരാനെ. പടച്ചവനെ, ലോകത്ത് മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അവയിൽ നിന്നെല്ലാം സംരക്ഷണം നൽകുകയും സമാധാനത്തോടുകൂടി ഖൈറു ഉമ്മത്തായി ജീവിക്കാൻ, ലോകത്തിന് മാതൃകയായി ജീവിക്കുവാൻ മുസ്ലിം ഉമ്മത്തിന് നീ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യണമേ തമ്പുരാനെ.
ഇന്ത്യയിൽ ഒരു സമൂഹം എന്നുള്ള നിലക്ക് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് നാഥ നിന്റെ കാവൽ മാത്രമാണുള്ളത്. നീ കാവൽ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آخر دعوانا الحمد لله رب العالمين.